ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെയ്റ്റ് ലോസ് സീരീസ് മൂന്നാമത്തെ ദിവസമാട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഒരു ചൂടുവെള്ളമാണ് കുടിച്ചത്. എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കഴിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ ചുമ്മാ ചിയാ സീഡ് എല്ലാ ദിവസവും എടുക്കുന്നതേ ഉള്ളൂ. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം കുടിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു പാതി ലെമണും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിയാ സീഡ് ഞാൻ കാര്യം പറഞ്ഞാൽ ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പോയതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും ഒരു ചൂടോടെ ഞാൻ ഡ്രിങ്ക് കുടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് എടുത്തേക്കുന്ന ഓംലെറ്റ് ആയിരുന്നു. അതിൽ ചീസൊക്കെ വെച്ച് കുറച്ച് വെജീസൊക്കെ ആഡ് ചെയ്ത് നല്ല ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ആയിരുന്നു. ഫ്ലേവറിനെ കുറിച്ച് ഞാൻ ഓറിഗാനോയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സൊക്കെ ഇട്ട് അത്യാവശ്യം എരിവും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഫില്ലിങ്ങും ആയിരുന്നു കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഇട്ട് ചീസൊക്കെ ഇട്ട് ഉണ്ടാക്കിയപ്പം അതായിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് ഞാൻ പനിയാരം ആട്ടോ എടുത്തത്. ഞാൻ കറക്റ്റാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ പനിയാരം എന്നാണ് പറയുന്നത്, ചിലയിടത്ത് പഡു എന്നും പറയും തോന്നുന്നു. അപ്പോൾ അതും ഒരു ചട്നിയായിരുന്നു ഞാൻ കഴിച്ചത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ഫില്ലിങ് ആയില്ലായിരുന്നു കാര്യം പറഞ്ഞാൽ, കാരണം വളരെ ചെറുതായിരുന്നു. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു മുഴുപ്പേ ഉള്ളൂ കേട്ടോ. അതിലും ഇച്ചിരി കൂടെ ചെറുതാണ്. ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ചമ്മന്തിയും കൂടെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കൊരു ഉള്ളിച്ചമ്മന്തി ആയിരുന്നു. എനിക്കിത് രണ്ടും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാ ചമ്മന്തി നല്ല കോമ്പിനേഷനാണ്, പക്ഷേ ഉച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് അത് ചിലപ്പം ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളിച്ചമ്മന്തിയാണ് എടുത്തത്. അതിനുശേഷം എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. ഞാനൊന്ന് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു എഗ് ബണ്ണ് മേടിച്ച് അത് കഴിച്ചു. അല്ലെങ്കിൽ ഞാനൊന്നും കഴിക്കാറില്ല, ചായ ആയിരുന്നു കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ചായ കുടിച്ചില്ല. ചായയ്ക്ക് പകരം ഞാൻ എഗ് ബണ്ണ് കഴിക്കുമായിരുന്നു ചെയ്തത്. അതോടുകൂടി ഇന്നത്തെ ദിവസത്തെ ഇത് കഴിഞ്ഞു. അപ്പോൾ 4 മണിയായപ്പോഴത്തേക്കും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്ന് പിന്നെ വെള്ളം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഇനി നാളെ കാണാം. ബൈ ബൈ.